വിശ്വാസത്തിന് വലിപ്പ ചെറുപ്പമുണ്ടോ? ചെറിയ വിശ്വാസം, വലിയ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു വിശ്വാസമുണ്ടോ? ഒരിക്കൽ യേശു പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുത്, നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, എന്താണ് ഈ വിശ്വാസം വലുത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിനെയാണ് വലിയ വിശ്വാസമെന്ന് പറയുന്നത്. തലകീഴായി തൂക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും തിളച്ച എണ്ണയിലേക്ക് ഉന്തിയിടുമ്പോഴും രണ്ടായി കീറി മുറിക്കുമ്പോഴും കഴുത്തിൽ കത്തിവെച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ പറയുമ്പോഴുമൊക്കെ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് വലിയ വിശ്വാസം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസത്തിൻ്റെ നടുവിലും, ഏതെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്ന വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ ചെറിയ വിശ്വാസം? പലപ്പോഴും ജീവിതത്തിലെ നന്മകൾ മാത്രം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ചെറിയ ചെറിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിനെതിരായി പെറുപെറുക്കുകയും പഴി പറയുകയും ചെയ്യുന്നതാണ് ചെറിയ വിശ്വാസം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിൻ്റെ വിശ്വാസം വലുത് എന്ന്. സ്നേഹമുള്ളവരെ, കാണാതിരുന്ന രണ്ട് വ്യക്തികളെ ആദ്യമായി ശിഷ്യന്മാരായി കൂട്ടുമ്പോൾ ആ ശിഷ്യന്മാർ ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല. അതാണ് വലിയ വിശ്വാസം. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ നോഹ വിശ്വസിച്ചു. അതാണ് വലിയ വിശ്വാസം. സ്വന്തം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ച അബ്രഹാം, അതാണ് വലിയ വിശ്വാസം. നമ്മുടെയും ജീവിതത്തിലെ അടിയുറച്ച വിശ്വാസം, അതാണ് നിൻ്റെ വിശ്വാസം വലുത് എന്ന് യേശു ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെയും ജീവിതത്തിലെ വലിയ വിശ്വാസത്തിന് ഉടമകളായി നമുക്ക് തീരാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുകയും ദൈവത്തെയും തള്ളി പറയുന്നവരാകാതെ ദുഃഖത്തിലും സന്തോഷത്തിലും താഴ്ചയിലും ഉയർച്ചയിലും ഒരേ മനോഭാവത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ചേർത്ത് പിടിക്കുകയും മക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതാണ് വലിയ വിശ്വാസം. ക്രിസ്തു പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുത്, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ എന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.